ചിന്നക്കനാലിൽ വീണ്ടും ചക്കക്കൊമ്പന്റെ ആക്രമണം ചെറുക്കുന്നതിനിടെ ഒരാൾക്ക് പരിക്കേറ്റു. സിംഗികണ്ഠം ഈട്ടിക്കൽ സഭാപതിക്കാണ് പരിക്കേറ്റത്. ഇയാളെ രാജാക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലുകൾക്കും വാരിയെല്ലുകൾക്കും പൊട്ടലേറ്റു. പെരിയകനാലിൽ 4 വഴിയോര കടകളും ചക്കക്കൊമ്പൻ തകർത്തു. ഇന്നലെ വൈകുന്നേരം 8 മണിയോടുകൂടിയാണ് സിംഗികണ്ഠത്ത് കാട്ടാന എത്തിയത്. നാട്ടുകാർ ആനയെ തുരത്തിയോടിച്ചെങ്കിലും സിമന്റ് പാലത്തിന് സമീപം ആന നിലയുറപ്പിക്കുകയായിരുന്നു. ഈ സമയം ജോലി കഴിഞ്ഞ് സ്കൂട്ടറിൽ വീട്ടിലേക്ക് വരികയായിരുന്ന സഭാപതിക്ക് നേരെ ആന ഓടിയെടുത്തു. ആനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടുവാനായി വാഹനത്തിൽ നിന്നും ചാടിയെങ്കിലും അടുത്തുള്ള കാനയിലേക്ക് വീഴുകയായിരുന്നു. വീഴ്ചയിൽ കാലുകൾക്കും വാരിയെല്ലുകൾക്കും പൊട്ടലേറ്റു. ആന ആ റോഡിലൂടെ വരുമായിരുന്നു. ഞാൻ പക്ഷേ ആ വളവിൽ കണ്ടില്ല ആനനെ. കാണാതെ ആനയുമായിട്ട് ചെന്ന് സ്കൂട്ടിയായിട്ട് മുട്ടിപ്പോയി, ചെന്ന് വീണു. എന്നിട്ട് ഓടിയ ആന എൻ്റെ പുറകെ എന്നെ ഓടിച്ചു വന്നു. ഞാൻ അവിടെ വീണു. പിന്നെ എന്നിട്ട് ആന കയറി ആൾക്കാരെല്ലാം കൂടെ വന്ന് ഒച്ചപ്പെടുത്തിട്ട് ആന കയറി പോവുകയും ചെയ്തു. അത് നല്ലൊരു അപകടം എന്ന് പറഞ്ഞാൽ വീഴ്ചയിൽ വാര്യസ്ഥിക്ക് 2 പൊട്ടലുണ്ട്, കണ്ണിൻ്റെ അസ്ഥിക്ക് പൊട്ടലുണ്ട്, പിന്നെ ചതവുണ്ട്, കാലിൻ്റെ മുട്ട് പൊട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഇത്രയും പറ്റി. ഇന്നലെ വന്നിട്ട് ആറാത്തി വന്നായിരുന്നു. അവർ വന്നിട്ട് ഈ ആശുപത്രി പൊക്കമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്നിട്ട് സ്കാൻ ചെയ്യണം, ഇന്ന് ആശുപത്രി പോകണമെന്ന് പറഞ്ഞു. എക്സ്റേ എടുത്ത് നോക്കിയിട്ട് കാര്യമില്ല, സ്കാൻ ചെയ്യണം. അങ്ങനെ ഇവിടെ ഇപ്പോൾ എല്ലാ സൗകര്യമുള്ള ആശുപത്രി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കയറി പോന്നു. പിന്നെ 1 മാസം റെസ്റ്റ് എടുക്കാനാണ് ഇപ്പോൾ ഡോക്ടർ പറയണേ. ഇതിനുശേഷം ആനേറങ്കൽ ഡാം കടന്ന് പെരിയകനാലിലെത്തിയ കൊമ്പൻ പുലർച്ചെ 4 മണിയോടുകൂടി വഴിയോര കടകൾ തകർക്കുകയായിരുന്നു. പൈനാപ്പിൾ സൂക്ഷിച്ചിരുന്ന 4 കടകളാണ് തകർത്തത്. ഈ സമയം കുമളി മൂന്നാർ സംസ്ഥാന പാതയിലൂടെ എത്തുകയായിരുന്ന നിരവധി വിനോദസഞ്ചാരികളും വഴിയിൽ കുടുങ്ങി. ഒടുവിൽ RRT സംഘമെത്തിയാണ് ആനയെ തുരത്തിയത്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.